ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കുഞ്ഞൻ കേക്കിൻ്റെ വിശേഷവുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മളെ വീഡിയോക്ക് താഴെയൊക്കെ കമൻറ്റ് വരാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് കേക്ക് ഓർഡർ, എനിക്ക് കേക്ക് ഓർഡർ എങ്ങനെ തരിക എന്നുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിലൊക്കെ എല്ലാ വീഡിയോയിലും ലാസ്റ്റ് ID കാണിക്കുന്നതാണ്, പക്ഷേ എങ്ങാനും കണ്ടുപോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ ഈ ഒരു ID മെസ്സേജ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഒരു മിനി കേക്കിനാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മിനി കേക്ക് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ½ kg ബാറ്ററി എടുത്തിട്ട് ലെയറാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ½ kg ബാറ്ററി 1 kg ടിന്നിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് അന്നേ ദിവസം തന്നെ വേറൊരു 1 kg കൊണ്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ പാനിൽ 1.5 kg ആണ് കേട്ടോ. ഞാൻ വാനില സ്പഞ്ചാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മിനി കേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൻ്റെ ഉള്ളനടിയിൽ വേണം കേട്ടോ വരാനായിട്ട്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ബേസ് ഷോപ്പിൽ അന്വേഷിച്ചപ്പം അവിടെയൊന്നും ബേസും ബോക്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോർമൽ ഒരു ബേസ് ഉണ്ടല്ലോ, ഒരു ½ kg ബേസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. എന്നിട്ട് ഇതാ നമ്മൾ നോർമൽ ഈ ഒരു രണ്ടാമത്തെ ടിന്നിൽ ഒഴിച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു ലെയറാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് ഒരു ലെയർ മതിയല്ലോ, എന്താ പറയുക 3 ലെയർ ഇതിൽ നിന്ന് നമ്മൾ ടോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർഡർ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് 1.5 ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. നമ്മൾ ജാർ കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആ ജാർ കേക്ക് ഏത് ബോട്ടിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ബേസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു റൗണ്ടിനേക്കാളും ഈ ഒരു മൂടിയുടെ റൗണ്ടിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ ഞാൻ ആ ഒരു ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ എല്ലാം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നമ്മളെ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് ഫ്ലേവറാണോ കൊടുക്കുന്നത് ആ ഒരു ഫ്ലേവർ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ എനിക്ക് കൂടെ ബേക്ക് ചെയ്തത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു വൈറ്റ് സ്പഞ്ചായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഒരു കുഞ്ഞൻ കേക്ക് ആകുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും ചെയ്യാനെന്ന് കേട്ടോ. ഭയങ്കര ടഫാണ്. നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് 1 kg കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം അത്രയ്ക്കും റിസ്ക്കാണ് ഇത് ചെയ്തെടുക്കുക. റിസ്ക് അല്ല, സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, ക്യൂട്ടാണ് കാണാനായിട്ട്. പക്ഷേ ഇത്തിരി പാടുപെട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയും തേക്കാനുള്ളൂ ക്രീം. ഇനി നമ്മൾ ചെറിയ കുഞ്ഞു പാലറ്റ് നൈഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കുഞ്ഞു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ കുറച്ചും കൂടി ബോർഡ് ഉണ്ടെങ്കിൽ പുറം ഒന്ന് പിടിക്കാനൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് നല്ല കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഇതുപോലെ ഒരു കുഞ്ഞൻ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ½ kg ബേസുമിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കയ്യിൽ നമുക്ക് അത്യാവശ്യം എടുക്കാനും പിടിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഇത് ഫുള്ള് കേക്ക് കവർ ചെയ്ത് വന്നപ്പോഴേക്കും ആ ബേസ് കാണാനില്ലായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിക്കുന്ന മുന്നേ ആയിട്ട് ഒരു ചെറിയ വരമ്പ് വെട്ടണം കേട്ടോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ നട്ട്സ് പെർലിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു കട്ടിയിലൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും അല്ല കേട്ടോ, നമ്മളെ കസ്റ്റമർ ഇതിനേക്കാളും കുഞ്ഞായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് അത്യാവശ്യം കഴിക്കുകയാണെങ്കിലും വേണ്ട, ഒന്നുമില്ലെങ്കിൽ കാണാൻ മാത്രമാണെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും ഇത്തിരി വേണ്ടേ. അതായത് ഞാനത് കട്ട് ചെയ്ത് ലെവലൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മൾ ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ക്രീമെല്ലാം ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ സോസ് ഒഴിക്കുന്നു, നട്ട്സ് ഇട്ടിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ 300 രൂപയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാവരോടും അന്വേഷിച്ചപ്പോൾ ആ ഒരു റേറ്റ് തന്നെ പറയണത്. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇത് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വേറൊരു ഓർഡർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്തിട്ട് ഈ ഒരു 3 ലെയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ½ kg 2 എഗ്ഗ് വെച്ചിട്ട് നമ്മളൊരു കേക്ക് ആദ്യം ബേക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളെ നോർമൽ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കാണുന്ന പോലെ അത്രയ്ക്ക് ഈസി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്യാം കേട്ടോ. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇത്തിരി നേരം സെറ്റ് ചെയ്ത് തീർച്ചയായിട്ടും സെറ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. കാരണം എങ്കിൽ കൂടി നമുക്കത് നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ക്രം കോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ നമ്മളെ കേക്ക് ബേസിന് പിന്നെ കാണാനില്ല. പിന്നെ ഇത് പിടിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി പാടുണ്ടായിരുന്നു. ഞാൻ ഒരു പാലറ്റ് നൈഫ് താഴെ കൂടെ ഇങ്ങനെ തട്ടിയിട്ട് കയ്യിലേക്ക് വെക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമിൽ ഞാനൊരു ചെറിയൊരു മൂടിമ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പുമ്മ വേണം കേട്ടോ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ബേസോടൊക്കെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ.
അപ്പോൾ അതേസമയം നമ്മൾ നേരത്തെ അതിൻ്റെ കൂടെ റെഡിയാക്കിയിരുന്ന കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇതുപോലെ ക്രീം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്റ്റമർ ഒരു ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ട്. ലൈറ്റ് വയലറ്റും അതുപോലെ തന്നെ ഡാർക്ക് വയലറ്റും വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ലൈറ്റ് വയലറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഷുഗറിൻ്റെ പേർപ്പിൾ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ആദ്യം ലിറ്റിൽ ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ട് കിട്ടും. ഇതിൽ കൂടെ തന്നെ ആ ഒരു ക്രീമിൽ തന്നെ വീണ്ടും നമ്മൾ 2-3 ഡ്രോപ്സും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു കേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്രീം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ മിനി കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫൈനൽ കോട്ടായിട്ട് ഞാൻ ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റിന് കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം വയലറ്റ് കളർ തന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ക്രം കോട്ട് കഴിഞ്ഞ ഉടനെ നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത്തിരി ബലത്തിൽ നമുക്ക് ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഫൈനൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇതിപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. നല്ല പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇതുപോലെ ഒരു മിനി കേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ക്രംസ് ഇടുന്നതുകൊണ്ട് തന്നെ അധികം അവിടെയൊന്നും ഫിനിഷിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ഒരു കേക്ക്. അപ്പോൾ അത് ആ ബേസൊക്കെ ഉള്ളത് കാരണം തന്നെ ഒന്ന് പിടിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലൊന്നും നമുക്ക് ഒട്ടും ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനത് ½ kg ബോക്സിലൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊന്ന് കഷ്ടപ്പെട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ റോസറ്റ ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കുന്നത് 100 N1 നോസിൽ വെച്ചിട്ട് ഇതുപോലെ റോസറ്റ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മൾക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്, ബേക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇനി റോസറ്റ വരച്ചിട്ടുള്ള ആ ഒരു സെയിം നോസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സൈഡിൽ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് ചെറിയ റോസ് നോസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ റോസ് ഫ്ലവർ വരക്കണ ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു വൈറ്റ് കളറിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം ഡെക്കറേഷനാണ് കേട്ടോ നമ്മൾ മിനി കേക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ബോക്സിലാക്കുന്നതൊക്കെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മിനി കേക്ക് നമ്മൾ ഇതുപോലുള്ളൊരു ചെറിയ ബോക്സിലാണ് ആക്കി കൊടുക്കുന്നത്. നമ്മൾ ലഡു ഇതെല്ലാം നമ്മൾ പാർസൽ കൊണ്ടുപോകുന്ന ഒരു കേക്ക് ബോക്സ് ഉണ്ടാവുമല്ലോ, ചെറിയ ബോക്സ്, ആ ഒരു ബോക്സിലാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോക്സിൽ ചെയ്യുന്ന ടൈമിൽ ആദ്യം ബോക്സിൻ്റെ മുകളിൽ തട്ടുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ക്രീം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ കേക്കിൻ്റെ നടുവിലായിട്ട് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം നമുക്കിതിൻ്റെ ബോർഡിലല്ലോ കയ്യിൽ പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് അത് കയ്യിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഫോട്ടോ എടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഫിനിഷിങ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വർക്ക് വന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് നോക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടോ. കാരണം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയതാണ്. ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം എത്ര ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഇതാ ലാസ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ ഈ ഒരു മോഡലാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഡെക്കറേഷനൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുഞ്ഞ് റോസ് ഫ്ലവർ നോസിൽ വെച്ചിട്ട് അതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ലീഫ് നോസിൽ വെച്ചിട്ട് ഗ്രീൻ കളർ ഇട്ടിട്ട് ലീഫും വരച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള പേരും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.